യെസ് മെഗാ ബൈബിൾ ക്വിസ് 2026 എപ്പിസോഡ് 47ലേക്ക് എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും സ്വാഗതം. ഇന്നത്തെ പോർഷൻ ആവർത്തനം 32 മുതൽ 34 വരെയും യോശുവ 1-ാം അധ്യായം ലൂക്കോസ് 3-ാം അധ്യായത്തിൽ നിന്നുമാണ് ഇന്നത്തെ ക്വസ്റ്റ്യൻസ് ചോദിക്കുന്നത്. എല്ലാവരും വായിച്ച് റെഡി ആയിട്ടിരിക്കുകയായിരിക്കുന്നു കരുതുന്നു. ആദ്യത്തെ ക്വസ്റ്റ്യനിലേക്ക് പോകുന്നു. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, യഹോവ യോശുവയോട് 3 പ്രാവശ്യം ആവർത്തിച്ച് പറഞ്ഞ ഒരു കാര്യം ഒരു കൂട്ടർ യോശുവയോട് പറഞ്ഞിട്ടുണ്ട്. എന്താണ്? ക്വസ്റ്റ്യൻ റിപ്പീറ്റ് ചെയ്യുന്നു. യഹോവ യോശുവയോട് 3 പ്രാവശ്യം ആവർത്തിച്ച് പറഞ്ഞ ഒരു കാര്യം ഒരു കൂട്ടർ യോശുവയോട് പറഞ്ഞിട്ടുണ്ട്. എന്താണത്? രണ്ടാമത്തെ ക്വസ്റ്റ്യൻ, പുതിയ നിയമ പാഠഭാഗത്ത് 2 പുരുഷന്മാരുടെ പേരിനകത്ത് ബൈബിളിലെ ഒരു സ്ത്രീയുടെ പേരുണ്ട്. പുരുഷന്മാർ ആരെല്ലാം? ക്വസ്റ്റ്യൻ റിപ്പീറ്റ് ചെയ്യുന്നു. പുതിയ നിയമ പാഠഭാഗത്ത് 2 പുരുഷന്മാരുടെ പേരിനകത്ത് ബൈബിളിലെ ഒരു സ്ത്രീയുടെ പേരുണ്ട്. പുരുഷന്മാർ ആരെല്ലാം? മൂന്നാമത്തെ ക്വസ്റ്റ്യൻ, യോഹന്നാൻ സ്നാപകനോട് ഒരേ ചോദ്യം 3 കൂട്ടർ ചോദിച്ചു. ചോദ്യം എന്ത്? ചോദിച്ചത് ആരെല്ലാം? ക്വസ്റ്റ്യൻ റിപ്പീറ്റ് ചെയ്യുന്നു. യോഹന്നാൻ സ്നാപകനോട് ഒരേ ചോദ്യം 3 കൂട്ടർ ചോദിച്ചു. ചോദ്യം എന്ത്? ചോദിച്ചത് ആരെല്ലാം? നാലാമത്തെ ചോദ്യം, പുതിയത് അല്ലെങ്കിൽ ആധുനികം എന്നർത്ഥം വരുന്ന ഒരു പദവും ദേവന്മാർ അല്ലെങ്കിൽ വിഗ്രഹങ്ങൾ എന്നർത്ഥം വരുന്ന ഒരു പദവും ചേർന്ന ഒറ്റപ്പദം എന്ത്? ക്വസ്റ്റ്യൻ റിപ്പീറ്റ് ചെയ്യാം. പുതിയത് അല്ലെങ്കിൽ ആധുനികം എന്നർത്ഥം വരുന്ന ഒരു പദവും ദേവന്മാർ അല്ലെങ്കിൽ വിഗ്രഹങ്ങൾ എന്നർത്ഥം വരുന്ന ഒരു പദവും ചേർന്ന ഒറ്റ പദം എന്ത്? അഞ്ചാമത്തെ ചോദ്യം, പാമ്പ് പോലുള്ള ഇഴജന്തുക്കൾക്ക് പാഠഭാഗത്ത് പറഞ്ഞിരിക്കുന്ന ഒരു പദം. പാമ്പ് പോലുള്ള ഇഴജന്തുക്കൾക്ക് പാഠഭാഗത്ത് പറഞ്ഞിരിക്കുന്ന ഒരു പദം. അപ്പോൾ ഇതാണ് ഇന്നത്തെ 5 ക്വസ്റ്റ്യൻസ്. എല്ലാവർക്കും ആൻസേഴ്സ് ഇപ്പോഴേ മനസ്സിൽ വന്നിട്ടുണ്ടാവുമെന്ന് കരുതുന്നു. എന്നാലും വേഗം നിങ്ങളുടെ ഉത്തരങ്ങൾ താഴെ കാണുന്ന വാട്സപ്പ് നമ്പറിലേക്ക് എഴുതി അയക്കൂ. വിത്ത് റെഫറൻസ് ആണ് അയക്കേണ്ടത്. ഇതിന്റെ ആൻസേഴ്സ് നാളെ റിവീൽ ചെയ്യുന്നതായിരിക്കും. അപ്പോൾ നമുക്ക് ഇതിന്റെ ആൻസേഴ്സുമായിട്ട് വീണ്ടും കാണാം. ടിൽ ദെൻ ഇറ്റ്സ് മീ ഏഞ്ചൽ സൈനിങ് ഓഫ്. ബൈ ആൻഡ് ടേക്ക് കെയർ.